ഇസ്രായേലിന്റെ വിമോചന നേതാവായ മോശ ആഴമായ വിശ്വാസത്തിന്റെയും ദൈവാശ്രയത്തിന്റെയും പ്രതീകമായിരുന്നു. ദൈവം മോശയെ ഇസ്രായേൽ ജനതയെ വിടിവിപ്പാനായി തെരഞ്ഞെടുത്തപ്പോൾ തന്റെ ബലഹീനത അറിയുന്ന മോശയാണ് നാം കാണുന്നത്. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു. മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കാണുന്നു. അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ആയതിനാൽ എന്റെ ജനതയെ വിടുവിപ്പാനായി ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. കർത്താവേ, ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, വിക്കലും തടിച്ച നാവുള്ളവനുമാകുന്നു. മനുഷ്യന് വായു കൊടുത്തത് ആർ? ഓമനെയും ചികിടനെയും കാഴ്ചയുള്ളവനെയും കൊണ്ടനെയും സൃഷ്ടിച്ചതും ഞാനല്ലേ? ആകയാൽ നീ ചെല്ലുക, നിന്റെ വായുവോടുകൂടി ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഞാൻ ഉപദേശിച്ചു തരും. അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിന്റെ കയ്യിൽ എടുത്തുകൊള്ളുക. അവിടുത്തെ ഇഷ്ടം പോലെ കർത്താവേ. വളരെ താഴ്മയോടെ തന്റെ ദൗത്യം ഏറ്റെടുത്ത മോശ പലകുറി അനുസരണക്കേട് കാണിച്ച ഇസ്രായേൽ ജനതയ്ക്ക് മേൽ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നതായി വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു. മോശേ, ഞാൻ ഈ ജനത്തെ നോക്കി, അത് ദുശാഠ്യമുള്ള ജനം. അതുകൊണ്ട് അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക. ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും. യഹോവേ, നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്നത് എന്ത്? നിന്റെ ഉഗ്രകോപം വിട്ടുതിരിഞ്ഞ് നിന്റെ ജനത്തിനോട് കരുണ തോന്നണമേ. എന്നാൽ തന്നെ ഒരു വലിയ ജാതിയാക്കാമെന്ന വാഗ്ദത്തം നിലനിൽക്കെ ഇസ്രായേൽ ജനത്തിനു വേണ്ടിയുള്ള മോശയുടെ പ്രാർത്ഥന പ്രകാരമായിരുന്നു. ഈ ജനം മഹാപാതകം ചെയ്തു, എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ. അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്നും എന്റെ പേർ മായ്ച്ചു കളയണമേ. ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്തോടുള്ള പൂർണ്ണമായ സമർപ്പണമാണ്
നമുക്ക് മോശയിൽ ദർശിക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ മോശയ്ക്ക് തുല്യമായ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ നിയോഗിക്കപ്പെടുന്ന ചിലരുടെയെങ്കിലും വീക്ഷണത്തെ അവതരിപ്പിച്ചുകൊണ്ടുള്ള അടുത്ത ഭാഗത്തോടുകൂടി ഈ സ്കിറ്റ് കാലത്തെ മോശയുടെ പ്രതികരണങ്ങൾ എന്താണെന്ന് നോക്കാം. മിസ്റ്റർ മോസസ്, മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ താങ്കളെ ക്ഷണിച്ചു വരുത്തിയത്. നിങ്ങൾ ഇരുവിഭാഗക്കാരുമായുള്ള തർക്കം പരിഹരിക്കാനായി താങ്കൾ ഒരു മധ്യസ്ഥനായി നിന്നുകൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. സന്തോഷം. പക്ഷേ ഞാൻ അല്പം ബിസിയാണ്. നാട്ടിലും ഗൾഫിലുമുള്ള ബിസിനസ് നോക്കാൻ തന്നെ സമയം തികയുന്നില്ല. പിന്നെ തക്കതായ പ്രതിഫലവും മീഡിയ കവറേജും ഉണ്ടെങ്കിൽ ശ്രമിക്കാം. എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ ഒരു സത്യക്രിസ്ത്യാനിക്ക് ചേർന്നതാണോ? എന്തുകൊണ്ടല്ല? ഇന്ന് കാശ് കൊടുക്കാതെ എന്തെങ്കിലും കാര്യം ഇവിടെ നടക്കുമോ? മീഡിയ കവറേജ് ഇല്ലെങ്കിൽ എന്റെ ശ്രമങ്ങളൊക്കെ ആരറിയാൻ? താങ്കൾക്ക് അറിയാമല്ലോ, ഏത് കൂട്ടത്തിൽ നിന്നാലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് എനിക്കുള്ളത്. കൂടാതെ ചിക്കാഗോയിലെ ലയോള യൂണിവേഴ്സിറ്റിയിൽ നിന്നും തിയോളജി PhD-യും ബൈബിളിലുള്ള പാണ്ഡിത്യവും സഭാചരിത്രത്തിലുള്ള അറിവും ഒപ്പം നയതന്ത്രജ്ഞതയും എന്നോളമുള്ള മറ്റൊരു വ്യക്തി ഇരു വിഭാഗത്തിലും ഇല്ല എന്നതല്ലേ സത്യം? അറിയാം. അതുകൊണ്ട് തന്നെയല്ലേ താങ്കൾ ഇതിനായി നിയോഗിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചത്? മാത്രമല്ല, നിങ്ങൾ സഹോദരന്മാർക്കിടയിൽ ഭിന്നതയുണ്ടായാൽ സഭയിലെ ജ്ഞാനികൾ വേണം അത് തീർപ്പാക്കാൻ എന്നല്ലേ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചിരിക്കുന്നത്? അതൊക്കെ ശരി തന്നെ. എന്ന് വെച്ച് അതിന് പ്രതിഫലം വാങ്ങരുത് എന്നൊന്നും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടില്ല. കൂടാതെ വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനാണെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടേ. ഇവിടെ മെഡിസിൻ ഒരു അഡ്മിഷൻ വേണമെങ്കിൽ കോടിയാ കണക്ക്. അതിന് സഭാവ്യത്യാസമൊന്നും ഇല്ലാതെ മാനേജ്മെന്റ് കോട്ടയിൽ അങ്ങ് എണ്ണി വാങ്ങുന്നുണ്ടല്ലോ. ശരി, എന്താണ് താങ്കളുടെ ഡിമാൻഡ്? ഞങ്ങളുടെ സഭയുടെ കാര്യമായതുകൊണ്ട് കൂടുതലൊന്നും വേണ്ട. മൂന്നാറില് ഒരു 50 ഏക്കറും ഒരു റിസോർട്ടും, പിന്നെ വല്ലപ്പോഴും ദുബായ് പോകുമ്പോ താമസിക്കാൻ ബുർജ് ഖലീഫയില് ഒരു ഫ്ലാറ്റും. രണ്ടും ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും താങ്കളുടെ പാണ്ഡിത്യവും ഇരു സഭകളിലും താങ്കൾക്കുള്ള ഇൻഫ്ലുവൻസും പരിഗണിച്ച് ആലോചിക്കാവുന്നതാണ്. അതിരിക്കട്ടെ, എന്താണ് നിങ്ങളുടെ മാസ്റ്റർ പ്ലാൻ? അയ്യോ, അതൊക്കെ രഹസ്യമാണ്. പിന്നെ പ്രതിപക്ഷവും ചാനലുകളും ഇതൊന്നും കുത്തിപ്പൊക്കി പ്രശ്നമാക്കില്ല എന്നുറപ്പ് തരാമെങ്കിൽ ഒരു രഹസ്യം പറയാം. ഒന്നും നടന്നില്ലെങ്കിൽ ഒരു കൊട്ടേഷൻ സംഘത്തെ അങ്ങ് ഏൽപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. മൂല്യമറിയാതെ പോകുന്ന വിപൽസന്ധിയിലാണ് നാം. ദൈവത്തിന്റെ സൃഷ്ടികളായിരിക്കുന്ന സഹോദരങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുന്ന ഫറവോന്മാരുടെ അഹങ്കാരത്തെ ദൈവം ചിതറിച്ചു കളയും. ദൈവജനം നീതിയുടെ വ്യക്താക്കളായിരിക്കണം എന്നതാണ് ദൈവ താല്പര്യം. ദേശത്തിലെ ഭൗതിക നന്മകളെക്കാളുപരി ദൈവീക വിധികൾക്കായുള്ള അദമ്യമായ ആഗ്രഹം നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
ജോലിയിലും പ്രവർത്തിച്ചവർ. മോസൻ ജേക്കബ് ജോൺ, മോസസ് ജോവിൻ ജോൺ, സെക്രട്ടറി ജിത്തു ജേക്കബ്, സൗണ്ട് ആൻഡ് റെക്കോർഡിംഗ് നിധി വർക്കി ആൻഡ് റോബിൻ കിരി. എനിക്ക് വേറെ അവന് കാര്യം ന്യൂറോളജിസ്റ്റ് അത് വേറെ ആൻസർ മതി മോനെ കൊട loves me.